നമസ്കാരം. കർണാടകയിലെ അങ്കോളയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ വിഷയത്തിലും മാലിന്യത്തിനിടയിൽ പെട്ട് ആമേഴഞ്ചാൻ തോട്ടിൽ കാണാതായി മരണമടഞ്ഞ ജോയിയുടെ വിഷയത്തിലും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം ഇന്ന് വരികയുണ്ടായി. ആ പ്രതികരണങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒപ്പം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളും നമ്മൾ വിശകലനം ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് വി.ഡി. സതീശൻ്റെ നമ്മുടെ അർജുൻ്റെ വിഷയത്തിലുള്ള പ്രതികരണം ഒന്ന് കേൾക്കാം. ഞങ്ങൾ ഇത് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയെയും ഞാൻ ഉപമുഖ്യമന്ത്രിയെയും വിളിച്ചിരുന്നു. ഉപമുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. പ്രതികൂലമായ കാലാവസ്ഥയും ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് തന്നെ മണ്ണിടിച്ചിലിനുള്ള സാധ്യത, പിന്നെ എല്ലാ ആധുനികമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം അവിടെ എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ, അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉദാസീനതയല്ല. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള ശ്രമകരമാണ് ആ ദൗത്യം. അപ്പോൾ അവരെ കൊണ്ട് അവരുടെ പരമാവധി ചെയ്തുകൊണ്ട് അവർ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. കേട്ടല്ലോ. അതായത് കർണാടക സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത്. ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെന്ന് ആദ്യം തന്നെ ചോദിച്ചു പോവുകയാണ്. ഈ സംഭവം നടന്ന 5 ദിവസം കഴിഞ്ഞിട്ടും അവിടേക്ക് മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കോ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിനോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു എം.പിക്കോ എം.എൽ.എക്കോ പോലും ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. തികഞ്ഞ അലംഭാവം എന്നൊന്നും പറഞ്ഞാൽ പോരാ, വലിയ ക്രൂരത എന്ന് തന്നെ വേണം അതിനെ വിശേഷിപ്പിക്കാൻ. എന്നിട്ട് വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറയുകയാണ് ഒരു അലംഭാവവും സംഭവിച്ചിട്ടില്ലത്രേ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്കോളയിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തപ്പോൾ, ഇങ്ങനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തപ്പോൾ പോലീസ് തിരിഞ്ഞു നോക്കിയോ? ആഭ്യന്തര വകുപ്പിൻ്റെ പിടിപ്പുകേട്. രണ്ടാമത് GPS ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്ത ശേഷം ദാ ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഇതേ പോലീസുകാർ പരിശോധിക്കാൻ ശ്രമം നടത്തിയോ? ഒന്ന് അന്വേഷിക്കാനെങ്കിലും അവർ ശ്രമം നടത്തിയോ? ഇല്ല. ഇനി മാധ്യമങ്ങളിൽ വാർത്തകൾ ഉയർന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിരന്തരം ഫോൺ വിളിച്ച് പ്രതിരോധത്തിലാക്കാൻ ശ്രമം നടത്തിയപ്പോൾ ഇവർ ഒന്ന് അനങ്ങുന്ന സാഹചര്യം ഉണ്ടായോ? ഇല്ലെന്നേ. വലിയ പ്രതിസന്ധിയാണ്, വലിയ രീതിയിലുള്ള ഒരു മറികടക്കാൻ കഴിയാത്ത സാഹചര്യമാണ്, വെട്ടമില്ല വെളിച്ചമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ. 5 മണിക്ക് തുടങ്ങും രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് രാവിലെ 10 മണിയൊക്കെ ആകുമ്പോൾ 9 മണിക്ക് മുമ്പ് തന്നെ അങ്ങ് പണി നിർത്തും. എന്നിട്ട് അവിടെ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന് വി.ഡി. സതീശൻ. എൻ്റെ സതീശ, ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ സതീശൻ എന്താണ് പറയുന്നത്? ഞങ്ങൾ വിളിച്ച് അന്വേഷിച്ചിരുന്നുവെന്ന്. ഒന്ന് അവിടം വരെ പോകാൻ, ആ ദുരന്തം സംഭവിച്ച ആ ഇടം വരെ ഒന്ന് പോകാൻ ഈ സമയം വരെ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടുണ്ടോ? സംസ്ഥാന സർക്കാർ വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്രേ എന്ന് പറയുകയാണ്. അതല്ലെങ്കിലും ചെയ്യുമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഓടിയെത്താനും അവിടെ എന്തൊക്കെ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമോ, അല്ലെങ്കിൽ അത്തരം രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ട എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാരാണെന്ന് സതീശൻ പറയാതെ തന്നെ ജനങ്ങൾക്കറിയാം. നിങ്ങളുടെ വേഷം പറ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഫോണിൽ വിളിച്ചു അത്രേ, മഴയായിരുന്നു അത്രേ, അതുകൊണ്ടാണ് അത്ര ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കി മെഴുകുകയാണ് വി.ഡി. സതീശൻ. അതിനിടയിൽ ഒരു മാധ്യമപ്രവർത്തകൻ പോലും ആ സർക്കാരിനെതിരെ അല്ലെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിക്കെതിരെ, ഉപമുഖ്യമന്ത്രിക്കെതിരെ, അല്ലെങ്കിൽ ഇതിൽ പറ്റിയ വീഴ്ചകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു ചോദ്യം പോലും ചോദിക്കുന്നില്ലല്ലോ. നിങ്ങൾ കണ്ടില്ലേ? ഇത് കേരളത്തിലാണ് സംഭവിച്ചിരുന്നതെങ്കിലോ ഒരു സാധാരണ ഒരു CPM-ന്റെ മെമ്പർ നടന്നു പോയാൽ പോലും ഇവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുത്തിത്തിരിപ്പ് ചോദ്യം ചോദിക്കുമായിരുന്നിട്ടോ. മുഖ്യമന്ത്രിയായും മന്ത്രിമാരെയും ഒക്കെ ഒട്ടിച്ചുകൊണ്ട് എന്തൊക്കെ രീതിയിലുള്ള കഥകൾ പടച്ചു വിട്ടേനെ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പഞ്ചപുച്ഛമടക്കി മാധ്യമങ്ങൾ മൈക്കുമായി നിൽക്കുന്ന കാഴ്ച സത്യത്തിൽ അപഹാസ്യമായ കാഴ്ചയെന്ന് മാത്രമേ അതിന് വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. സതീശൻ ഛർദ്ദിക്കുന്നത് മുഴുവൻ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാം എന്നതിനപ്പുറത്തേക്ക് മറിച്ചൊരു ചോദ്യം പോലും ചോദിക്കാതെ നിൽക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയമുണ്ടല്ലോ, അമ്പേ പരാജയമായ മാധ്യമധർമ്മം എന്ന് മാത്രമേ അതിനെ വിശേഷിപ്പിക്കാൻ കഴിയൂ. മാത്രമല്ല, സ്നേഹത്തിൻ്റെ കടയാണ് അവിടെ തുറന്നിരിക്കുന്നതെന്നാണല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത്. എന്ത് സ്നേഹത്തിൻ്റെ കടയാവോ അവിടെ തുറന്നിരിക്കുന്നതെന്ന് പോലും ഒരു മാധ്യമ പ്രവർത്തകൻ പോലും ആർജവത്തോടെ ചോദിച്ചില്ലല്ലോ. ഇനി ജോയിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ജോയിയുടെ വീട്ടിൽ ഇന്ന് സതീശൻ പോയിരുന്നു കേട്ടോ. ആദ്യം ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. കണ്ടല്ലോ, ഈ സതീശന്റെ ജോയി സ്നേഹത്തെ പറ്റിയും പറയാതെ വയ്യ കേട്ടോ, അതുകൂടി പറയാം. അതായത് ആമേഴഞ്ചാൻ തോട്ടിൽ ജോയിയെ കാണാതായപ്പോൾ
ഈ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ അവിടെ തമ്പടിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിൽ നടത്താൻ കഴിയുമോ അതൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോഴും ഈ വി ഡി സതീശനെ നമ്മൾ ആരെങ്കിലും അവിടെ കണ്ടിരുന്നോ? കാണാൻ ഒരു സാധ്യതയുമില്ല. കാരണം അങ്ങോട്ട് പോയിട്ടില്ലെന്നേ. അവിടുത്തെ മേയറിനെ ഒന്ന് വിളിച്ച് കാര്യം തിരക്കാനോ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മന്ത്രി ശിവൻകുട്ടിയെ വിളിച്ചൊന്ന് കാര്യങ്ങൾ തിരക്കാനോ, അല്ലെങ്കിൽ മന്ത്രി MP രാജേഷിനെ വിളിച്ചൊന്ന് കാര്യങ്ങൾ തിരക്കാനോ ഈ സതീശൻ മുതിർന്നിട്ടില്ല. സതീശൻ എന്താണ് ചെയ്തത്? കൊച്ചിയിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി ആ ദുരന്തത്തിൽ, ആ ജോയിയുടെ വിഷയത്തിൽ മുതലെടുപ്പ് രാഷ്ട്രീയം നടത്താൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. നമ്മൾ കണ്ടതാണത്. എന്നിട്ടിപ്പോ ജോയിയുടെ വീട്ടിൽ ചെന്ന് ആശ്വസിപ്പിക്കുന്നത് കാണുമ്പോൾ കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി കളിക്കുന്ന നാഷണൽ അവാർഡ് കൊടുക്കാൻ പറ്റുന്ന നിലയിലുള്ള അഭിനയമാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലെങ്കിലും അവിടം വരെ ഒന്ന് പോയി ആ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച്, അല്ലെങ്കിൽ സർക്കാർ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തെ മിനിമം ഒരു മര്യാദയുടെ ഭാഷയിൽ തള്ളിയെങ്കിലും പറയാതിരിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ് കണ്ടത്? സർക്കാരിനെ കടന്നാക്രമിച്ച്, നഗരസഭയെ കടന്നാക്രമിച്ചുകൊണ്ട് ആ രക്ഷാപ്രവർത്തനത്തെ എത്രത്തിലൊക്കെ മോശമാക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ മോശമായി ചിത്രീകരിക്കാൻ കഴിയുമോ അതൊക്കെ കാണിച്ച വ്യക്തിയാണ് നമ്മുടെ വി ഡി സതീശൻ. ആ സതീശനാണ് ഇപ്പോൾ ജോയിയുടെ വീട്ടിൽ പോയി അമ്മയ്ക്ക് ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരാം, അതായത് ചികിത്സാ സഹായങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്താമെന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഈ സർക്കാർ ജോയിക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്? ജോയിക്ക് വേണ്ടി ജോയിയുടെ അമ്മയ്ക്ക് 10 ലക്ഷം രൂപ, ജോയിക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞത് നഗരസഭ. അതായത് ഇവിടെ ദുരന്തത്തിൽ പെടുന്ന ആളുകളെ, അല്ലെങ്കിൽ ദുരന്തത്തിൽപ്പെട്ട് ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടാൽ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരുണ്ട് സതീശ. അതൊക്കെ സതീശൻ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. ആ 10 ലക്ഷം രൂപ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ആ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന ഒരു സർക്കാർ അല്ല ഇത്. കേവലം ഒരു ചികിത്സാ സഹായം കൂടി വന്നിട്ടുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഒരു 1000 രൂപയിൽ താഴെയൊക്കെ വരികയുള്ളൂ. അങ്ങനെ ഒരു കാര്യം നടത്തി കൊടുക്കാമെന്ന് പറയുന്നത് പോലും പോസ്റ്റ് ഇടുന്ന സതീശൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേജിൽ കയറിയോ? ഒന്ന് നോക്ക്. ഈ പറയുന്നത് പോലെ ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഈ ദുരന്തത്തിൽ ഒരു മീൻ പിടിക്കാൻ ഒരു ശ്രമം പോലും നടത്തുന്നില്ല. ദുരന്തത്തിൽ മീൻ പിടിച്ച് മുതലെടുപ്പ് രാഷ്ട്രീയം നടത്തിയുമൊക്കെ ശീലം നിങ്ങൾക്കല്ലേ സതീശ? അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. എന്തായാലും ഇതൊക്കെ ജനങ്ങൾ നന്നായി തന്നെ കാണുന്നുണ്ട്. 2 വിഷയങ്ങളിൽ 2 രീതിയിലുള്ള ന്യായീകരണമാണ് നമ്മൾ കണ്ടത്. ഒരു സ്ഥലത്ത് കർണാടക സർക്കാരിന് പറ്റിയ വലിയ ഒരു അനാസ്ഥയെ, വീഴ്ചയെ, കെടുകാര്യസ്ഥതയെ വൈറ്റ് വാഷ് അടിക്കുന്ന കാഴ്ചയാണ് കാണുന്നതെങ്കിൽ, ജോയിയുടെ വിഷയത്തിൽ എല്ലാ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും നടത്തിയ സർക്കാരിനെ കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സതീശന് പറ്റിയ പണി വല്ല സിനിമയിലും അഭിനയിക്കാൻ പോവുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് നാഷണൽ അവാർഡല്ല, നിങ്ങളുടെ ഈ അഭിനയം വെച്ച് നോക്കിയ ഒരു ഓസ്കാർ അവാർഡ് വരെ കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. രാഷ്ട്രീയം നിങ്ങൾക്ക് പറ്റിയ പണിയല്ല സതീശ. ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടം വരെ ഒന്നും പോകാൻ പോലും പറ്റാതെ, അല്ലെങ്കിൽ ആ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന സർക്കാരിനൊപ്പം നിൽക്കാൻ കഴിയാത്ത നിങ്ങളൊക്കെ പൊതുജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ അതിലും വലിയൊരു ദുരന്തവും, അതിലും വലിയ ഒരു അതിലും വലിയൊരു കെട്ടകാലം വരാനില്ല. ജനങ്ങൾ ഇതൊക്കെ കണ്ണു തുറന്ന് തന്നെ കാണുകയാണ്. ഈ നാടിൻ്റെ എല്ലാ വികസനങ്ങളിലും, എല്ലാ നല്ല കാര്യങ്ങളിലും ഒക്കെ വട്ടം തിരിഞ്ഞു നിൽക്കുന്ന, കടയ്ക്കൽ കത്തിവെക്കുന്ന, ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷമേ ഒന്ന് നന്നായിക്കൂടെ, തിരുത്തിക്കൂടെ, ഈ പുച്ഛവും പരിഹാസവും ഒക്കെ ഒന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു പോവുകയാണ്. അല്ല സതീശ, ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിക്ക് എവിടെ പോയി? സ്നേഹത്തിന്റെ കടയാണ് ഞങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നതെന്നൊക്കെയായിരുന്നല്ലോ കൊട്ടി ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്തേ ആ കടയിൽ സ്നേഹമൊന്നും കൊടുക്കുന്നില്ലേ? ആ കട നിറയെ മനുഷ്യത്വമില്ലാത്ത കൊടും ക്രൂരതയുടെ ഉൽപ്പന്നങ്ങൾ മാത്രമായിരുന്നു സതീശ്. അത് ഞങ്ങൾ കാണുകയാണ്. ഒട്ടും മനുഷ്യത്വമില്ലാത്ത ആളുകൾ, ഒട്ടും മനുഷ്യത്വമില്ലാത്തൊരു സർക്കാർ, ഒട്ടും മനുഷ്യത്വമില്ലാത്ത രാഷ്ട്രീയക്കാർ, ഇതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സതീശൻ ഇവിടെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കിടന്ന് ന്യായീകരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ലെന്നേ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ പ്രസംഗിച്ചുകൊണ്ട് നടന്ന എന്താണ്? നോക്കൂ ഞങ്ങളുടെ കർണാടകയിലേക്ക്, കർണാടക സർക്കാരിനെ കണ്ടില്ലേ, സംസ്ഥാന സർക്കാർ കർണാടക സർക്കാരിനെ കണ്ടുപിടിക്കൂ എന്നൊക്കെ പറഞ്ഞു നടന്നതാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയരുമ്പോൾ സതീശന് ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കാനേ പറ്റൂ. ഇനി കർണാടക മോഡൽ എന്നൊക്കെ പറഞ്ഞ് ദയവ് ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങരുത്. ജനങ്ങൾ ചൂലെടുത്ത് ഓടിക്കും എന്ന് പറഞ്ഞു വെക്കുകയാണ്. മനസ്സിലായി നിങ്ങളുടെ കർണാടക മോഡലും, നിങ്ങൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും, നിങ്ങൾക്ക് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു പവറും ഒക്കെ എത്രത്തോളം ആണെന്ന് ഞങ്ങൾക്ക് നന്നായി മനസ്സിലായത്തെ. നിങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അധികാര കസേരകളിൽ ഞെളിഞ്ഞിരിക്കുക എന്നത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള കമ്മിറ്റ്മെന്റ്സും ഇല്ല. ഈ സർക്കാരിനെ പറ്റി ജനങ്ങൾക്ക് നന്നായി അറിയാം. ഇപ്പം അവിടെ എന്താണ് നമ്മൾ കണ്ടത്? അവിടെ ഒരു 9 മണിയാകുമ്പോഴത്തേക്കും എല്ലാ പരിപാടി അവസാനിപ്പിക്കുന്നു. 10 മണിയായിട്ട് ഓഫീസിൽ വരുമ്പോഴേക്ക് ആൾക്കാർ വന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നു. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 2018 പ്രളയം ആരും മറന്നിട്ടില്ല. ഇവിടെ
വെട്ടമില്ല എന്നോ വെളിച്ചമില്ല എന്നോ അല്ലെങ്കിൽ കാലാവസ്ഥ അനുകൂലമല്ല എന്ന് പറഞ്ഞോ ഒരു സംവിധാനവും പിന്നോട്ട് പോയ ഒരു ചരിത്രമേ ഉണ്ടായിരുന്നില്ല. ഒരു കാഴ്ചയും നമ്മൾ എങ്ങും കണ്ടില്ല. അതായത് പ്രളയം നമ്മളെ തകർക്കാൻ വേണ്ടി ആഞ്ഞടിച്ചുകൊണ്ടിരുന്നപ്പോഴും അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് നീങ്ങിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. 10 മണിക്കും 12 മണിക്കും രാവിലെ 1 മണിക്കും 2 മണിക്കും ഒക്കെ ഫോൺ വിളിച്ച് ഞങ്ങൾ അവിടെ കുടുങ്ങി, ഞങ്ങൾ ഇവിടെ കുടുങ്ങി, രക്ഷിക്കൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ അങ്ങോട്ട് ഒഴുകിയെത്തി അവരെ രക്ഷപ്പെടുത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് വി ഡി സതീശ, ഇനി ഇമാതിരി പരിപ്പുമായി സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ നിരന്തരം ഇരുന്ന് തള്ളാനാണ് ശ്രമമെങ്കിൽ ജനങ്ങൾ ഒരുമിച്ച് പ്രതിരോധിക്കുന്ന സമയം അത് വരും എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഈ സർക്കാർ, ഈ പിണറായി വിജയൻ സർക്കാർ ഇവിടെ വേണം. ജനങ്ങൾക്ക് കാവലായി, ഈ നാടിന് കാവലായി, ജനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ഹൃദയപക്ഷമായി ഈ സർക്കാർ എന്നും വേണമെന്ന് ഈ സംഭവത്തോടു കൂടി തന്നെ ജനങ്ങൾ വിലയിരുത്തുന്നു, ജനങ്ങൾ മനസ്സിലാക്കുന്നു. അവർക്ക് പറ്റിയ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറ്റിയ തിരുത്ത് അവർ സ്വയം മനസ്സിലാക്കുന്നു എന്ന് ഈ സംഭവം തെളിയിക്കുകയാണ്. അത് മനസ്സിലാകണമെങ്കിൽ സതീശൻ ഒന്ന് സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വരുന്ന കമന്റുകൾ മാത്രം ഒന്ന് വായിച്ചാൽ മതി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നമിച്ചു സതീശ എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.